ഹരേ കൃഷ്ണ. ഷഷ്ടിവ്രതത്തിനെ പറ്റിയാണ് പറയുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്കാണ് നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത്. സന്താനങ്ങളുടെ ശ്രേയസ്, സർപ്പദോഷ ശാന്തി, ത്വഗ്രോഗശമനം, ഇഷ്ടമംഗല്യസിദ്ധി, ഉദ്ദിഷ്ടകാര്യസാധ്യം തുടങ്ങിയ ഫലങ്ങളാണ് ഷഷ്ടിവ്രതത്തിന് പറഞ്ഞിരിക്കുന്നത്. സൂര്യോദയം മുതൽ 6 നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. തലേന്നൊരിക്കലുണ്ട്. പിറ്റേന്ന് നമ്മുടെ സ്നാനകർമാദികളെല്ലാം കഴിഞ്ഞു സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും നാമജപവും സുബ്രഹ്മണ്യ കഥാകഥനവും കഥാശ്രവണവുമായി അന്ന് കഴിയണം. ഒരു നേരം മാത്രം ഭക്ഷണം ക്ഷേത്രത്തിൽ നിന്നും നേദ്യം പ്രസാദമായി കഴിക്കുന്നത് അതിവിശിഷ്ടമാണ്. സുബ്രഹ്മണ്യ പൂജയ്ക്ക് പഞ്ചാമൃതം, പനിനീർ മുതലായവയാണ് വഴിപാടുകൾ നമ്മൾ ചെയ്യേണ്ടത്. വെളുത്ത ഷഷ്ടിയിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. നമ്മൾക്ക് മനുഷ്യജന്മം കിട്ടിയാൽ മാസത്തിൽ ഒരു വ്രതം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരശുദ്ധിക്കും നമ്മുടെ ആരോഗ്യത്തിനും ഇതൊരു വ്രതം. ഒരുപാട് വ്രതങ്ങൾ ഒരു മാസത്തിൽ നമ്മൾ എടുക്കരുത്. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അത് കഴിയുമ്പോൾ അടുത്ത വ്രതം നമ്മൾ എടുക്കാം. കാരണം നമ്മളൊരു വ്രതം കണക്കുകളുണ്ട്. 19, 17, 15, 13 അങ്ങനെ 9 ഷഷ്ടി അങ്ങനെ കണക്കുകൾ ഇതിന് വെച്ചിട്ടുണ്ട് ഒരു വ്രതത്തിനും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ആ വ്രതം എടുത്ത് മാറ്റിയിട്ട് അടുത്ത വ്രതം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നമുക്ക് നല്ലത്. ഹരേ കൃഷ്ണ.